ആന്ധ്രയിലെ വിജയവാഡയ്ക്ക് സമീപമുള്ള ചരിത്ര പ്രസിദ്ധമായ ഉണ്ടവല്ലി ഗുഹാ സമുച്ചയത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. 3 വിശ്വാസങ്ങളെ നെഞ്ചേറ്റിയതിൻ്റെ അടയാളങ്ങൾ ഈ ഉണ്ടവല്ലി ഗുഹകൾക്കുണ്ട്. ഉണ്ടവല്ലി മലനിരകളുടെ താഴ്വരയിലും കൃഷ്ണാ നദിയുടെ തീരത്തുമാണ് അമരാവതിയിലെ ഗ്രാമങ്ങൾ. ദൂരെ നിന്ന് മലനിരകളിലേക്ക് നോക്കിയാൽ കോട്ട പോലെ എന്തോ ഒന്നിലേക്ക് കണ്ണുടക്കും. അടുത്തടുത്തു ചെല്ലുമ്പോൾ മനസ്സിലാവും, കോട്ടയല്ല, പാറക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയതാണ് ഉണ്ടവല്ലി ഗുഹകൾ. അജന്ത എല്ലോറ ഗുഹകൾ പോലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നു ഉണ്ടവല്ലി മലനിരകളിലെ ഗുഹകളും. 4 നിലകളിലെ ഗുഹാ സമുച്ചയം ഗുപ്തകാല ശിലാവാസ്തുവിദ്യയുടെ മകുടോദാഹരണം. AD 6-7 നൂറ്റാണ്ടുകളിലായാണ് ഗുഹാ സമുച്ചയം ഇന്നു കാണുന്ന നിലയിലായതെന്ന് കരുതപ്പെടുന്നു. നിർമ്മാണം പൂർത്തിയാകാത്ത നിലയിലാണ് താഴത്തെ നില. നീളം കുറഞ്ഞ 8 കൽത്തൂണുകളും 7 ഗുഹാമുഖങ്ങളും ഉൾപ്പെടുന്ന ഹാൾ. പൗരാണിക കാലത്തൊരു ഹിന്ദു ക്ഷേത്രത്തിനായി ഈ പാറയിൽ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണ്. ആകെ 4 നിലകളുണ്ട്. അതിലേറ്റവും താഴത്തെ നിലയുടെ പണി അപ്പോഴും പൂർണ്ണമായിരുന്നില്ല. അതിനു മുകളിലുള്ള നിലകളിൽ ഹിന്ദു ദേവതാ സങ്കല്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇതിനുള്ളിലും അത്തരത്തിൽ കൊത്തുപണികളുണ്ട്. അത് കരിങ്കലിൽ, ആ പാറയിൽ തീർത്ത കൊത്തുപണികളാണ്. 1-ാം നിലയിൽ പിൻഭാഗത്തായി 3 ശ്രീകോവിലുകൾ ത്രിമൂർത്തികൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. ചുവരുകളിലെ ശില്പങ്ങൾ ശൈവ വൈഷ്ണവ ദേവതകളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ നിലകളും ഉയരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉണ്ടവല്ലി ഗുഹാ സമുച്ചയത്തിൽ ഏറ്റവും വലുതും 1-ാം നില തന്നെ. 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ മനുഷ്യൻ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ഈ അത്ഭുതം. ഒരു കൊട്ടാരം പോലെയോ കോട്ട പോലെയോ ഒക്കെ കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമാണ് ഇതിനുള്ളിൽ. അന്നത്തെ മനുഷ്യന്റെ കായിക ബലവും ആർക്കിടെക്ട് വൈഭവവും എത്ര മാത്രമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ സൃഷ്ടി. രണ്ടാം നിലയിലാണ് പ്രധാന ആകർഷണം. പാറയിൽ കൊത്തിയുണ്ടാക്കിയ മഹാവിഷ്ണുവിന്റെ വലിയ രൂപം അനന്തശയനത്തിൽ. ഇതേ ചൊല്ലി ചരിത്ര ഗവേഷകർക്കിടയിൽ തർക്കവും നിലനിൽക്കുന്നു. രൂപവും ഘടനയും പരിശോധിച്ചാൽ പ്രതിമ ജൈനമതത്തിലെ 23-ാമത്തെയോ 17-ാമത്തെയോ തീർത്ഥങ്കരനായിരിക്കാം എന്ന വാദമാണ് പ്രബലം. ആ നിലയിൽ തന്നെ പുറത്ത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഋഷിവര്യന്മാരും കാവൽ തീർക്കുന്ന സിംഹങ്ങളും. അകലെ കൺനിറയെ പച്ചപ്പ്. ാകാത്ത ഏറ്റവും മുകളിലാകട്ടെ ഒരു ത്രികോപുരം കൊത്തിയുണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചതെന്ന് വ്യക്തം. ഹൈന്ദവ ക്ഷേത്ര സങ്കല്പങ്ങൾ പ്രകടമായി ദൃശ്യമെങ്കിലും പിൽക്കാലത്ത് ജൈന ബുദ്ധ സന്യാസിമാർ ഗുഹകളെ വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. വിഹാരങ്ങളും തീർത്ഥങ്കര ശില്പങ്ങളും ബുദ്ധമത കലാസൃഷ്ടികളും ഗുഹകളിൽ നിറയെ കാണാം. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഉണ്ടവല്ലി ഗുഹകൾ. തദ്ദേശീയരായ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് അത്ര പരിചിതമല്ല ഉണ്ടവല്ലി ഗുഹാ സമുച്ചയം. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. എന്തായാലും ഉണ്ടവല്ലി ഗുഹയുടെ മനോഹാരിത പ്രേക്ഷകർ ആസ്വദിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.